ഈ സെന്ററിൽ പോകാൻ തുടങ്ങിയിട്ട് ഇന്ന് വരെ അവൾക്കൊരു ക്ഷീണം വന്നിട്ടുമില്ല. നമ്മുടെ കൂട്ടത്തിൽ കിടന്ന് നമ്മളെ സഹായിക്കും, എല്ലാ കാര്യം അടുക്കള കാര്യത്തിനൊക്കെ സഹായിക്കും. ആദ്യ സമയങ്ങളിൽ നമുക്ക് മെൻ്റൽ ഹെൽത്തിൻ്റെ പ്രാധാന്യം അന്നത്തെ കാലത്ത് എന്ന് പറയുമ്പോൾ മെൻ്റൽ ഹെൽത്ത് ഉണ്ടെങ്കിൽ തന്നെ ആരും പുറത്ത് പറയാതിരിക്കുക, സ്റ്റിഗ്മയായിരുന്നു കൂടുതലായിട്ടും ഉണ്ടായിരുന്നു. അല്ലാണ്ട് ഉറക്കം കിട്ടുന്നുണ്ടെങ്കിൽ 15 വർഷം മുമ്പെന്ന് പറയുമ്പോൾ ഇവിടെ ഒരു സ്ഥലത്തും സൈക്കാട്രിക് ഡോക്ടർമാർ ഇല്ലായിരുന്നു. DMHP ഒന്നും ആ സമയത്ത് അത്ര ആക്റ്റീവ് അല്ലായിരുന്നു. ആ സമയത്താണ് നമ്മൾ വരുന്നത്. മെഹക്ക് എന്ന് പറയുമ്പോൾ വി സ്റ്റാർട്ടഡ് ദിസ് ഇയേഴ്സ് ബാക്ക്. ഒരു 17 വർഷമായി ഫീൽഡിൽ തുടങ്ങുന്നത്. എൻ്റെ തന്നെ ഒരു പാലിയേറ്റീവ് കെയർ, ഞാൻ സൈക്കാട്രിസ്റ്റാണ് ബേസിക്കലി. ഐ റിയലൈസ് ദാറ്റ് നമുക്ക് ആ മോഡലും ആ പ്രിൻസിപ്പിൾസും ഫിലോസഫിയും തന്നെ ഉൾക്കൊണ്ട് നമുക്ക് മെൻ്റൽ ഹെൽത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയാണ് മെഹക്ക് തുടങ്ങുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് എങ്ങനെ ഒരു ലോങ് ടേം കെയർ മോഡൽ ഇൻ ദ കമ്മ്യൂണിറ്റി. നമ്മളിപ്പോൾ സാധാരണ ഇപ്പോൾ മെൻ്റൽ ഹെൽത്ത് അല്ലെങ്കിൽ സൈക്യാട്രി എന്ന് നോക്കുകയാണെങ്കിൽ ഒരു ബയോളജിക്കൽ മോഡൽ വിച്ച് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് പെർസ്യൂ ചെയ്യുമ്പോൾ പലപ്പോഴും ഈ ഒരു ലോങ് ടേം കെയർ മോഡൽ കമ്മ്യൂണിറ്റിയിൽ എങ്ങനെയാണ് ഒരു വ്യക്തി, മാനസിക രോഗമുള്ളൊരു വ്യക്തിയും അവരുടെ കുടുംബവും കണ്ടിന്യൂ ടു സർവൈവ്, അല്ലെങ്കിൽ അവരുടെ ഒരു ലോങ് ടേം കെയർ എങ്ങനെയാണെന്നുള്ളതിൻ്റെ ഒരു ക്ലാരിറ്റി നമുക്ക് കിട്ടില്ല. അഞ്ജു ആണ് ഞാൻ സിംറ്റമാറ്റിക് ആയപ്പോൾ തൊട്ട് കാണുന്ന ഒരു പേഷ്യൻറ്റ്. അപ്പോൾ അഞ്ജു ആദ്യ സമയത്ത് ക്ലിനിക്കിൽ വരാൻ അച്ഛനും അമ്മയും, അമ്മയ്ക്ക് ആണെങ്കിൽ കണ്ണ് കാണാൻ പാടില്ല, അച്ഛൻ നല്ല ഓൾഡ് ഏജ് ആണ്, ഒരു കുഞ്ഞു മോളായിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത്. ഇവർ 3 പേരും കൂടിയാണ് ആദ്യം നമ്മൾ ക്ലിനിക്കിൽ വന്നത്. വളരെ നിർബന്ധിച്ച് ഒരുപാട് പ്രാവശ്യം ആശാ വർക്കേഴ്സ് വീട്ടിൽ ചെന്ന് നമുക്കിങ്ങനെ ക്ലിനിക്കുണ്ട് അങ്ങനെ പറഞ്ഞിട്ടാണ് അഞ്ജു ആദ്യം വരാൻ സമ്മതിച്ചത്. ആദ്യകാലങ്ങളിൽ ഞാൻ കാണുമ്പോൾ അഞ്ജു സംസാരിക്കില്ല അധികം. നമ്മൾ ഡോക്ടറിനോട് മാത്രം എന്തെങ്കിലും ചോദിച്ചാൽ പറയുമായിരുന്നു. അപ്പം ഡോക്ടർ നമ്മൾ വന്നു, നമ്മൾ സോഷ്യൽ വർക്കേഴ്സിനോട് സംസാരിക്കാൻ പറയും, ഹോം കെയർ ചെയ്യാൻ നമ്മളോട് പറയാറുണ്ടായിരുന്നു. അപ്പോൾ ആഴ്ചയിൽ ഹോം കെയർ നമ്മൾ മിക്കവാറും ദിവസങ്ങളിൽ മാസത്തിൽ 2 പ്രാവശ്യമെങ്കിലും നമ്മൾ അഞ്ജുവിൻ്റെ വീടുകളിൽ പോകുമായിരുന്നു ഹോം കെയർ ചെയ്യാൻ, മെഡിസിൻ എടുത്ത് കൊടുക്കുന്ന കാര്യവും. അതുപോലെ തന്നെ അച്ഛനോടും അമ്മയോടും മോളോട് വരെ നമ്മൾ പറയും അമ്മയുടെ കാര്യം, അമ്മയ്ക്ക് എന്തെങ്കിലും മൂഡ് ചേഞ്ചോ എന്തുണ്ടെങ്കിലും മോളെ പറയണം എന്ന് പറഞ്ഞ് നമ്മൾ ആ വീട്ടിലെല്ലാവർക്കും സോഷ്യൽ എഡ്യൂക്കേഷനൊക്കെ നമ്മൾ കൊടുക്കുമായിരുന്നു. അത് 2-3 മാസമല്ല, വർഷത്തിലൊന്നെങ്കിലും വെച്ച് അവൾക്ക് പ്രശ്നമാണ്, ഭയങ്കര ബഹളമാണ്, നമുക്ക് സഹിക്കാൻ പറ്റില്ലാത്ത രീതി നമ്മൾ ഉപദ്രവിക്കുമായിരുന്നു. ഈ സെന്ററിൽ പോകാൻ തുടങ്ങിയിട്ട് ഇന്ന് വരെ അവൾക്കൊരു ക്ഷീണം വന്നിട്ടുമില്ല. നമ്മുടെ കൂട്ടത്തിൽ കിടന്ന് നമ്മളെ സഹായിക്കും, എല്ലാ കാര്യം അടുക്കള കാര്യത്തിനൊക്കെ സഹായിക്കും. അങ്ങനെയാണ്, വളരെ മാറ്റമുണ്ട് ഇപ്പം. നമ്മൾ കഴിയാവുന്നത് ഇവിടെ പോയിട്ട് ഇതുവരെ വരാത്തത് കൊണ്ട് നമുക്കങ്ങനെ വേറെ എങ്ങും പോകണമെന്നുള്ള ഒരു താല്പര്യം ഇല്ല. സെന്ററിൽ തന്നെ മരുന്ന് കിട്ടണത് കൊണ്ട് മേടിക്കും, അത് അവിടെ ഇല്ലാതെ വരുമ്പോൾ ഞങ്ങൾ മേടിക്കുകയും ചെയ്യും. എൻ്റെ ചേച്ചിയാണ് ഇങ്ങനെയുള്ള ഇവിടെ ഇങ്ങനെ ഉണ്ട് എന്നുള്ളൊരു ഇത് പറഞ്ഞ് ഞങ്ങളവിടെ ചേച്ചി പറഞ്ഞിട്ടാണ് ഞങ്ങളിവിടെ പോയത്. പിന്നെ ഇപ്പോൾ ഒരു 6 വർഷത്തോളം ആയിട്ടുണ്ട് അവിടെ നിന്ന് മരുന്ന് കഴിക്കാൻ. അവിടെ വന്നതോടുകൂടിയാണ് പിന്നെ എൻ്റെ അസുഖത്തിന് നല്ലൊരു മാറ്റം ഉണ്ടായി. പിന്നീട് വന്നിട്ടില്ല അങ്ങനെ. എന്നൊക്കെ തീർത്തും എനിക്ക് വയ്യ, എപ്പോഴും ജോലിയൊക്കെ ചെയ്യാനൊക്കെ മടിയാണ് രാവിലെ ഒന്ന്. പിന്നെ ഇവിടെ വന്ന് ഡോക്ടറോട് കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. ഡോക്ടർക്ക് ഓരോ ഇത് നമ്മളോട് പറയും, അങ്ങനെ ജോലിയൊക്കെ ചെയ്യണമെന്നും അങ്ങനെയൊക്കെ. മരുന്നൊക്കെ സ്ഥിരമായിട്ട് അതും മുടങ്ങാതെ കഴിക്കണം, അങ്ങനെ ജോലിയും ചെയ്ത് അപ്പം നമ്മൾ സാധാരണ രീതിയിലോട്ട് വരും എന്നൊക്കെ പറയും. അങ്ങനെ സപ്പോർട്ട് തന്നു. ആദ്യമൊക്കെ ഞാൻ എങ്ങും പോകത്തേ ഇല്ല, ഇപ്പം തനിയെ പോകാനും അങ്ങനെയൊക്കെ. പിന്നെ അച്ഛനും ഒക്കെ വയ്യാതെ കൂടി അച്ഛൻ കടയിലൊന്നും പോകത്തില്ല. ഇപ്പം അതിന് വരെ ഇപ്പം ഞാനാണ് ഇപ്പോൾ പോകാനും ഒക്കെ തന്നെയൊക്കെ പോയി ഇതൊക്കെ. ഇപ്പം അങ്ങനെ വന്ന് ഇപ്പം നമുക്ക് എന്ത് പ്രോഗ്രാം ഉണ്ടെങ്കിലും അത് നല്ല മടിയായിരുന്നു, വരത്തില്ല, ആൾക്കാരോട് ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ട്. ക്ലിനിക്കിൽ വന്നാലും ലാസ്റ്റ് എങ്ങനെ എല്ലാവരും പോയി കഴിഞ്ഞ് വന്നാൽ മതിയോ അങ്ങനെയൊക്കെ ചോദിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം ആദ്യം തന്നെ വരും, ഡോക്ടറിനോട് കാര്യങ്ങൾ പറയും, നമ്മളോടാണേലും എല്ലാം പറയാറുണ്ട്. പിന്നെ ഇടയ്ക്ക് കുറച്ച് വന്നപ്പോൾ ആൾക്ക് ജോലിക്ക് പോകാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം ആൾക്ക് കുഞ്ഞ് ഉള്ളത് കാരണം നമ്മളൊരു തൊഴിലുറപ്പിലാണ് നമ്മൾ. അതായത് ഇടയ്ക്ക് എന്തെങ്കിലും ഗ്യാപ്പ് കിട്ടുമ്പോൾ വീട്ടിൽ വരാം അങ്ങനത്തെ. അപ്പോൾ നമ്മൾ തൊഴിലുറപ്പിൽ പേര് വെച്ചു, ആ മെമ്പറിനോട് സംസാരിച്ച് പേരൊക്കെ നമ്മൾ വെച്ചു. ആൾ തൊഴിലുറപ്പിന്
പോകുന്നുണ്ടായിരുന്നു. നമ്മൾ മുഹമ്മയിലാണ് ആദ്യമായിട്ട് നമ്മൾ ഹോം കെയർ, പാലിയേറ്റീവ് കെയറിൻ്റെ കൂടെ ഹോം കെയർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് സൗത്ത് കേരളയിലെ മുഹമ്മ പഞ്ചായത്തിലാണ് ആദ്യമായിട്ട് നമ്മൾ ഹോം കെയർ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. So first of all, ഈ ഹോം അഗെയിൻ പ്രോജക്റ്റ് ബാക്ക് ഇൻ 2012 ബാനിയൻ എന്ന് പറഞ്ഞിട്ട് NGO ചെന്നൈയിൽ ബേസ്ഡ് ആണ്. അവരാണ് ഈ ഒരു ഐഡിയ വരുന്നത്, എന്താ പറയുക, ഐഡിയ പുറത്തേക്ക് വന്നത്. ആൻഡ് ദെൻ നമ്മൾ മെഹക് ആൻഡ് മരിയ സദൻ എന്ന് പറഞ്ഞ NGO കേരളയിൽ അത് റെപ്ലിക്കേറ്റ് ചെയ്യുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് 2022 മുഹമ്മ ഹോം അഗെയിൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്തത്. സോ നമ്മളിവിടെ മെയിൻ എയിം ഓഫ് ഹോം അഗെയിൻ, ആ പ്രോജക്റ്റിൻ്റെ എയിം എന്ന് പറയുന്നത് തന്നെ ലോങ് ടേം ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷൻ അല്ലെങ്കിൽ ഹോംലെസ്നെസ് അത് റെഡ്യൂസ് ചെയ്യാനാണ്. ഇവരെ പുറത്തോട്ടിറങ്ങിക്കഴിഞ്ഞാൽ നമ്മളെപ്പോലെ തന്നെ അവരെ പുറത്തുള്ള ആൾക്കാർ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല. അവർക്ക് സന്തോഷമാണ് പുറത്തോട്ടിറങ്ങുന്നതൊക്കെ, ആൾക്കാരുടെ ഇടയിൽ പോകുന്നതും എന്തെങ്കിലും വിശേഷങ്ങളിലൊക്കെ പങ്കെടുക്കുന്നതൊക്കെ അവർക്ക് സന്തോഷമുള്ള കാര്യമാണ്. ഒരു അസുഖമുള്ള ആളായിട്ട് അവരെ പുറത്തുള്ള ആൾക്കാർ കാണരുത്. എന്ന് വെച്ചാൽ അവരോട് നമ്മളോട് എങ്ങനെയാണോ പുറത്തുള്ള ആൾക്കാർ ഇടപഴകുന്നത് അതുപോലെ തന്നെ അവരോട് ഇടപെടട്ടെ, അവർക്കൊരു പ്രശ്നങ്ങളും ഉണ്ടാകും. മുഹമ്മ പഞ്ചായത്ത് ബേസ് പറയുമ്പോൾ ആശമാരുണ്ട് പഞ്ചായത്തിൽ. എന്ന് വെച്ചാൽ ആശമാരാണ് ഫീൽഡിൽ പോയിട്ട് രോഗികളെ കണ്ടെത്തി നമുക്ക് തരുന്നത്. പിന്നെ ബാക്കിയെല്ലാം മെഹക്കിൻ്റെ ഒരു സപ്പോർട്ടാണ്. കാര്യം എന്ന് വെച്ചാൽ ഡോക്ടേഴ്സിൻ്റെ സേവനമാണെങ്കിലും ഇപ്പം അനു നേഴ്സ് എന്നുള്ള നിലയിൽ അനു ഉണ്ട്, പിന്നെ സോഷ്യൽ വർക്കർ ആജി, പിന്നെ പൂർണ്ണിമ മാഡം. അപ്പം ബാക്കി എല്ലാ സപ്പോർട്ടും മെഹക്ക. പിന്നെ മെഡിസിൻ നമ്മുടെ പഞ്ചായത്ത് തന്നെയാണ്. ചിലപ്പോൾ നമുക്കിങ്ങനെ പ്രോജക്റ്റിൽ വെച്ചിട്ട് തികയാതെ എന്തെങ്കിലും വരുമ്പോൾ മെഹക്ക് സപ്പോർട്ട് ചെയ്യും. പേഷ്യൻസിലാണെങ്കിലും പേഷ്യൻസിനെ നോക്കുന്ന ആൾക്കാരിലാണെങ്കിലും ഈ വ്യത്യാസം, ഈ മരുന്ന് കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങളും മരുന്ന് കഴിച്ച് അവരുടെ ജീവിത സാഹചര്യങ്ങൾ തന്നെ മാറിക്കൊണ്ടിരിക്കുക. പ്രത്യേകിച്ച് ഇപ്പോൾ ജോലിക്ക് പോയി കഴിയുമ്പോൾ തന്നെ ഇത്ര നാൾ ഒറ്റയ്ക്ക് ഇരുന്ന് വീട്ടിൽ ജോലിക്കൊന്നും പോകാണ്ട് അല്ലെങ്കിൽ ജോലിക്ക് പോകാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു കാണും. അപ്പോൾ അങ്ങനത്തെ ചിന്തകളിലും ബുദ്ധിമുട്ടുകളിലും പ്രയാസങ്ങളിലൊക്കെ ഇരുന്ന ആൾക്കാർ ജോലിക്ക് പോകാൻ തുടങ്ങുന്നു, മറ്റുള്ളവരോട് സംസാരിക്കാൻ തുടങ്ങുന്നു. അങ്ങനെ ആശയങ്ങളെല്ലാം, അവരുടെ ബുദ്ധിമുട്ടുകളെല്ലാം മാറി വ്യത്യാസങ്ങൾ വന്നു തുടങ്ങിക്കഴിഞ്ഞപ്പോൾ തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി, കമ്മ്യൂണിറ്റി അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ പിന്നെ ആൾക്കാർ പുതിയ കേസുകൾ വരാൻ തുടങ്ങി. അങ്ങനെയാണ് ശരിക്കും മെഹക്കൊരു ആദ്യം ബേസിക് നമ്മളൊരു അടിത്തറ ഉണ്ടാക്കിയെടുക്കുന്നത്. So because we never say it's മെഹക് ആണ് ഇത് ചെയ്യുന്നതെന്ന് പറയാറേയില്ല. നമ്മൾ പോകുമ്പോൾ ഇത് അവരുടെ പ്രോഗ്രാമാണ്, നമ്മൾ അവർക്ക് വി ആർ ഗിവിങ് ദം ദ സപ്പോർട്ട് ടു റൺ ദിസ് പ്രോഗ്രാം. അപ്പോൾ അത് നമ്മൾ ഒരുപാട് ചെയ്യുകയാണെങ്കിൽ പോലും നമ്മൾ ഒരിക്കലും ഇത് അവിടെ നിങ്ങളൊരു ബോർഡ് ഒന്നും കാണില്ല, മെഹക്കിൻ്റെ ബോർഡോ മെഹക്കിൻ്റെ പ്രോഗ്രാമാണെന്നൊന്നും പറയില്ല. ഇത് പഞ്ചായത്താണെങ്കിൽ പഞ്ചായത്തിൻ്റെ പ്രോഗ്രാമാണ്, വേറൊരു NGO ആണെങ്കിൽ അത് NGOൻ്റെ പ്രോഗ്രാമാണ്. നമുക്ക് അങ്ങനെ ഒരു പാർട്ട്ണർഷിപ്പിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ചെയ്യും. നമ്മുടെ വിഷമങ്ങൾ അന്നേരമുള്ള വിഷമങ്ങളൊക്കെ അപ്പോൾ പറഞ്ഞ് മനസ്സിലാവും. അവിടെ നിന്ന് വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിന് നല്ല ഇതാണ്. ഇൻവോൾവിങ് ദ കമ്മ്യൂണിറ്റി, എംപവറിങ് ദ കമ്മ്യൂണിറ്റി, അവരെ കൊണ്ട് തന്നെ അവരുടെ കൂടെ നമ്മൾ ചെയ്യുന്നു എന്നുള്ളതാണ്. അല്ലാതെ നമ്മൾ പോയി അവിടെ ചെയ്തിട്ട് തിരിച്ചു വരുന്നു അങ്ങനെ അല്ലാതെ നമ്മൾ സമൂഹത്തിൻ്റെ കൂടെ അവിടെ അവരുടെ ഒരു ഓണർഷിപ്പുമായിട്ട് നമുക്ക് എങ്ങനെ ഒരു ലോങ് ടേം കെയർ. അപ്പോൾ ഫോക്കസ് ഓൾസോ ഒരു അസുഖത്തിനെയോ രോഗത്തിനെയോ മാത്രം രോഗിയോ ഫോക്കസ് ചെയ്യാതെ ഒരു വ്യക്തി, അവരുടെ കുടുംബം, പിന്നെ അവരുടെ ജീവിതത്തിൻ്റെ നിലവാരം, ക്വാളിറ്റി ഓഫ് ലൈഫ്. ഷീറ്റുണ്ട് ഇതിന്. ആ ഷീറ്റായിട്ട് നമ്മൾ പശയെടുത്ത് തൊട്ടിട്ട് ഈ കല്ലുകൾ ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ചെടുത്തിട്ട് അത് എന്നിട്ട് കറക്റ്റ് റൗണ്ട് ചെയ്ത് വെട്ടിക്കളഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ ഉരുക്കി കളയും ചന്ദനത്തിരി എടുത്ത്. ആ
നീണ്ടു നിൽക്കുന്നതൊക്കെ പുറത്തോട്ട് നിൽക്കുന്നതൊക്കെ ഇല്ലേ, ചന്ദനത്തിരി കത്തിച്ചിട്ട് ഇങ്ങനെ ഉരുക്കി എടുത്ത് വരുമ്പോൾ നമ്മുടെ ഡിസൈൻ പുറകിൽ ഇങ്ങനെ ഇതൊക്കെ പിടിപ്പിച്ച് അതിൻ്റെ ആണയും പിടിപ്പിച്ച് അങ്ങനെയൊക്കെ നല്ല രസമുണ്ട് കാണാൻ. ഒരുപാട് പേര് എന്നെ പോലെ അല്ലേ ഇങ്ങനെ മരുന്ന് കഴിച്ചിട്ട് ഭേദമാകാതെ എനിക്ക് അവിടെ വന്നിട്ട് നല്ല ഇതുണ്ട് കേട്ടോ, ഒരുപാട് മാറ്റമുണ്ട്. ഇപ്പോഴാണ് ശരിക്കും ഞാനും ഇപ്പോഴാണ് തൊഴിലുറപ്പൊക്കെ ആണെങ്കിൽ അങ്ങനെയുള്ള പണിക്കൊക്കെ ഇപ്പോഴാണ് ഞാൻ ഇറങ്ങിയിട്ട് പോകുന്നത്, അതോടുകൂടി പോകാൻ തുടങ്ങി. ഇത് നമുക്കിപ്പോൾ സ്റ്റിഗ്മ വെറും ഒരു കുറേ അവയർനെസ് സെഷൻസ് ക്ലാസ്സുകൾ എടുക്കുക അതുകൊണ്ട് മാത്രം പോരാ. ഐ തിങ്ക് ദ കമ്മ്യൂണിറ്റി ഷുഡ് ടേക്ക് ഓണർഷിപ്പ്. അവരിതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ തുടങ്ങണം. അവർ തന്നെ ഇതിനെ മുൻകൈ പ്രയോറിറ്റൈസ് ചെയ്യാൻ തുടങ്ങുമ്പോഴേ ഇതിന് വ്യത്യാസം വരുവുള്ളൂ. അതുകൊണ്ടായിരിക്കും ഇത്രയും വ്യത്യാസം വന്നത്. കുറേ പേര് ഇപ്പോൾ നമ്മൾ കാണുന്നുണ്ട്, കുറേ സെലിബ്രിറ്റീസ് ഒക്കെ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. അതിനെപ്പറ്റി മോശമായിട്ട് പറയുന്നവരുണ്ട്. പക്ഷെ ഐ തിങ്ക് ദാറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് they actually demonstrate that you should speak about it.